കസ്റ്റഡി മരണം എന്ന് പൊതുവെ ആക്ഷേപമുയർന്നിട്ടുള്ള പൂഴിക്കുന്നത്ത് ശ്രീജീവിൻ്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമയമാണിപ്പോൾ. ശ്രീജീവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തലസ്ഥാന നഗരിയിലെ സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിൽ ശ്രീജീവിൻ്റെ സഹോദരൻ ശ്രീജിത്ത് നടത്തുന്ന സമരം 2 കൊല്ലം പിന്നിട്ട് കഴിഞ്ഞ വേളയിൽ ഞങ്ങൾ അന്വേഷിക്കുകയാണ് ശ്രീജീവിൻ്റെ മരണത്തിൽ എന്താണ് സംഭവിച്ചത്. അമ്മയെപ്പോലെ ഒരാളെ ഇങ്ങനൊരു വേദിയിൽ വെച്ച് കണ്ടുമുട്ടേണ്ടി വന്നതിൽ എനിക്കൊരു വിഷമമുണ്ട്. കാരണം ഇങ്ങനൊരു കാരണത്താലാണ് എന്നതുകൊണ്ട് തന്നെ. തലസ്ഥാന നഗരിലെ സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന സമരമൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, അമ്മ ഇന്നും വിശ്വസിക്കുന്നത് എന്തായിരിക്കും മോന് സംഭവിച്ചത്, ശ്രീജീവിന് സംഭവിച്ചത് എന്തായിരിക്കും? ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മോൻ ഒരിക്കലും വിഷം കഴിക്കില്ല. എൻ്റെ മോനെ അവർ ചതിക്കുരുക്കിലാക്കി ഒരു പെണ്ണിൻ്റെ ഇതിലാണ് അത്. ആ പെണ്ണിൻ്റെ കല്യാണ ദിവസവും ആ ദിവസം തന്നെ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ അപ്പോഴവർ എന്താണ് ഏതാണെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റുന്നില്ല. എൻ്റെ നാട്ടുകാരായ പോലീസുകാർ, ഞങ്ങളറിയാമെന്നുള്ള ആൾക്കാർ, ഈ പെണ്ണിൻ്റെ ബന്ധുവും കൂടെ എല്ലാവരും കൂടെ 19-ാം തീയതി എൻ്റെ മോനെ അറസ്റ്റ് ചെയ്തു. 20-ാം തീയതി രാവിലെയാണ് ഞങ്ങൾ അറിയിക്കുന്നത്. അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടിട്ടിട്ട് ശ്രീജിത്തിൻ്റെ അടുത്ത് ആണ് അവർ വിഷം കഴിച്ചെന്ന് പറഞ്ഞ് അവനെയാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ പാറശാല സ്റ്റേഷനിൽ അവർ വീട്ടിൽ വന്ന് പറഞ്ഞ് ശ്രീജിത്തെ നീ മോളിൽ റോഡിൽ ഒരു കാര്യം പറയേണ്ടത്. അങ്ങനെ അവൻ മോളിൽ പോയപ്പോഴാണ് നിൻ്റെ അനിയൻ ഇങ്ങനെ വിഷം കഴിച്ചു, നീ പാറശാല സ്റ്റേഷനിൽ വന്ന് അവിടെ ചെന്ന് അവൻ്റെ നിന്ന് ഒപ്പ് വാങ്ങിച്ചുകൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോന്ന്. എൻ്റെ മോൻ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ 2 കൈയും കാലും കെട്ടിയിട്ട് ഓക്സിജന് വായിൽ വെച്ച് മുഖത്ത് വെച്ചിട്ട് കിടക്കുന്ന മകനെയാണ് കണ്ടത്. 2-3 പോലീസുകാർ കാവൽ. എൻ്റെ അടുത്ത് പറയരുത്, അമ്മയുടെ അടുത്ത് അറിയിക്കരുതെന്നാണ് പറഞ്ഞ. ഞാൻ അറിയുന്നത് ഒരു 3:30-4 മണിക്കാണ്. ഞാൻ വിചാരിച്ച് ഇവനെ അവരോട് പറഞ്ഞു വിടാനായിരിക്കും എന്ന്. എന്തോ ഒരു മൊബൈൽ കേസിൻ്റെ ഇതാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ പെണ്ണിൻ്റെ കല്യാണ ദിവസമായപ്പോൾ 2013 എന്തോ നടന്ന ഒരു കേസ്, ഈ പെണ്ണിൻ്റെ കല്യാണത്തിന് തന്നെ. അതിന് മുമ്പേ ഇവനെ തിരക്കി എൻ്റെ വീട്ടിൽ പോലീസ് ആരും വന്നില്ല. ഈ കല്യാണ ദിവസത്തിനാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അമ്മ എന്താ വിചാരിക്കുന്നത്, ഈ കല്യാണം മുടക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തുന്നു, അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുന്നു? അങ്ങനെ എന്തെങ്കിലും ഇവർ 3 വർഷം കൊണ്ടുള്ള സ്നേഹമാണ്. ശരിക്കും അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഈ മോന്റെ ഒരു രീതിയൊക്കെ എങ്ങനെയായിരുന്നു? എത്ര വയസ്സുള്ളപ്പോഴാണ് സംഭവിച്ചത്? അവന് 25 കഴിഞ്ഞ് 26 വയസ്സ്. എന്തായിരുന്നു മൊബൈൽ ഇതായിരുന്നു അവന് മൊബൈൽ, പഴയ മൊബൈലൊക്കെ വാങ്ങിച്ച്. അമ്മയ്ക്ക് 4 മക്കളല്ലേ? 4 മക്കള്. ഇതിൽ എത്രാമത്തെ ആളായിരുന്നു ശ്രീജീവ്? മൂന്നാമത്തായിരുന്നു. പുറത്തൊക്കെ പോകുമ്പോൾ അമ്മയോട് പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവക്കാരനായിരുന്നു? എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകും. പിന്നെ അന്നായപ്പോ ഈ പെണ്ണിന്റെ വീട്ടുകാരുമായിട്ട് ഇത്തിരി ഉടക്കായിരുന്നു. ഈ പോകാൻ സമയത്ത് ഉടക്കുണ്ടായപ്പോഴാണ് ഇങ്ങനെ വാരി കെട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഈ പെണ്ണിന്റെ കല്യാണ ദിവസം ആയപ്പോഴാണ് ഇവ എന്തോ പൂവാറിൽ എന്തോ വരുന്നതും. പൂവാറിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ പൂവാർ സ്റ്റേഷനിൽ എൻ്റെ ഒരു ബന്ധുവുണ്ട്, ഞാൻ വിളിച്ച് ചോദിച്ചു. അത് ഇങ്ങനെ അവന് പൂവാർ വെച്ച് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. അവൻ്റെ കൂട്ടുകാരൻ വഴിയാണ് ഞങ്ങൾ അറിയുന്നത് അറസ്റ്റ്. രാജീവ് എന്ന് പറയും. അവനും ഇവനും ഉറ്റ കൂട്ടാണ്. അപ്പോൾ കൂട്ടുകാരൻ വഴിയാണ് ഈ പോലീസ് അവനെ കുരുക്കിയത്. ശ്രീജീവിനെ പോലീസിനെ അറിഞ്ഞുകൂടാ. രാജീവാണ് ശ്രീജീവിനെ കാണിച്ചു കൊടുക്കുന്നത്. ഈ യേശുക്രിസ്തുവിനെ യൂദാസ് ഒറ്റി കൊടുത്തതുപോലെയാണ് ഇവിടെ സംഭവിച്ചത്. എന്നിട്ട് 3 ബെറോട്ട ഒരു ബീഫും വാങ്ങിച്ചിങ്ങനെ ആഹാരം മുന്നിൽ വെച്ചപ്പോൾ ആണ് ഈ പോലീസ് എണീറ്റടാന്ന് ആ ഹോട്ടലിൽ നിന്ന് പറഞ്ഞ്. അവൻ ആഹാരം കഴിച്ചില്ല. ആഹാരം പോലും കഴിക്കാതെ 55 രൂപ പൈസ കൊടുത്തിട്ട്, അപ്പോൾ ഹോട്ടലുകാരൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ 55 രൂപ കൊടുത്ത്. പിന്നീട് എൻ്റെ പിള്ളയെ മൃഗീയമായിട്ട് ഇവർ കരുതി കൂട്ടി ചെയ്തതാണ്. ഇവൻ വിഷം കഴിക്കില്ല. എനിക്കത് നല്ല ഉറപ്പുണ്ട്. എൻ്റെ ഒരിക്കൽ അവൻ അല്ലെങ്കിൽ എന്ത് തെറ്റ് വേണോ ചെയ്യട്ടെ, എന്ത് തെറ്റ് ചെയ്താലും അത് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ അറിയിക്കണം. നീതിപീഠമുണ്ട് അവനെ അതിന് എന്തെങ്കിലും ശിക്ഷ കൊടുക്കാൻ. ഈ എല്ലാം ചെയ്തിട്ട് അവസാനം ഇന്ന കേസാണെന്ന് പറഞ്ഞ് മരിച്ചതിന് ശേഷമല്ല അവർ കെട്ടിച്ചമച്ച് വെക്കേണ്ടത്. മരിക്കുന്നതിന് മുമ്പ് ഒരു പയ്യന് അവൻ്റെ ജീവന് വേണ്ടി യാചിച്ച് കാണില്ലേ, അവൻ്റെ വൃഷ്ണഭാഗത്ത് അടിച്ച് തകർത്തില്ലേ,
ജിഷ ചെയ്തതിനേക്കാളും ക്രൂരമായിട്ടല്ല അവരെ ചെയ്തിരിക്കുന്നത് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. എന്റെ കുടുംബം തകർത്തില്ലേ? ഒന്ന് നീതിക്ക് വേണ്ടി 2.5 വർഷം ചെന്ന് കിടക്കുന്നത് എനിക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുന്നേ ഉന്നതന്മാരും ഫ്രണ്ടില് ഒരു പട്ടിയെ പോലെ എൻ്റെ പിള്ള ഈ ഒരു മാസം കൂടെ കഴിഞ്ഞെങ്കിൽ അവനും എന്നിൽ നിന്ന് പോകുമായിരുന്നു. എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്കിന്ന് ലോകത്തിൽ ഒരുപാട് മക്കൾ എനിക്ക് കിട്ടി, ഒരുപാട് പേരെ സഹകരണം കിട്ടി. അതുകൊണ്ട് എനിക്ക് ഈ പരിപാടി കാണുന്ന എല്ലാവരും എനിക്ക് നീതി കിട്ടാൻ വേണ്ടി ഞങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ അമ്മയിലോട്ട് വരാം. അപ്പോൾ ഈ ശ്രീജീവിൻ്റെ മരണം ഒരു കസ്റ്റഡി മരണം തന്നെയാണ് എന്ന് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ഒക്കെ പറയുന്നു. എന്നാൽ ഇപ്പോഴും പോലീസ് അസോസിയേഷൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? ശ്രീജീവിന്റെ വേർപാടിൽ ആ അമ്മയ്ക്കും കുടുംബത്തിനും ഉണ്ടായ ദുഃഖത്തിനോടൊപ്പമാണ് ഞങ്ങൾ. ഇന്നിപ്പോൾ ഇവിടെ കേട്ട അമ്മയുടെ വാക്കുകൾ ഒരു പക്ഷേ മനസ്സാക്ഷിയുള്ള മുഴുവൻ മനസ്സിനെയും വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. കാക്കിയിടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗമായി നിൽക്കുന്ന അവരുടെ സംഘടനയുടെ ഒരു സെക്രട്ടറി എന്ന നിലയിൽ പറയുമ്പോഴും ആ അമ്മയെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആ അമ്മയുടെ ചിന്ത അത്തരത്തിലുള്ളതാണ്. ഞങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞത് ഈ വസ്തുത എന്താണെന്നുള്ളത് ഒരു വ്യക്തമായ അന്വേഷണത്തിലൂടെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ പോലീസിലെ മറ്റൊരു വിഭാഗമോ അന്വേഷിക്കുവാണെങ്കിൽ യഥാർത്ഥ വസ്തു പുറത്തു വരാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കില്ല. കാരണം പോലീസ് തന്നെ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റം പോലീസ് തന്നെ അന്വേഷിക്കുകയാണെങ്കിൽ അത് വിശ്വസിക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ CBI പോലൊരു നാഷണൽ അന്വേഷണ ഏജൻസി വരുന്നു എന്ന ഒരു അഭിപ്രായത്തോട് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്നൊരു നിലപാടെന്താ? വളരെ വ്യക്തമായ നിലപാട്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ ഒരു വിയോജിപ്പുള്ളത് കൂടി സൂചിപ്പിക്കട്ടെ. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ നിയമിക്കപ്പെട്ടു വരുന്നവരാണ്. അതെ, എല്ലാവരും പരിപൂർണമായും സംശുദ്ധരോ സത്യസന്ധരോ അല്ലെങ്കിൽ മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസോ ഏർപ്പെടാത്തവരോ ആണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. സമൂഹത്തിന്റെ പരിച്ഛേദം എന്ന നിലയിൽ എല്ലാ തരക്കാരും കടന്നു വരുമ്പോൾ ചിലരുടെയെങ്കിലും ഭാഗത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. കേരളത്തിലെ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള കേസുകളും കാര്യങ്ങളും പരിശോധിക്കപ്പെട്ടാൽ കേരളത്തിലെ പോലീസുകാർ പ്രതികളായിട്ടുള്ള നിരവധി കേസുകൾ ഉണ്ടായിട്ടുള്ളതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ കേസുകളൊന്നും CBI അന്വേഷിച്ച് കണ്ടെത്തിയതല്ല, അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയോ ആരെങ്കിലും കണ്ടെത്തിയതല്ല. കേരളത്തിലെ പോലീസ് തന്നെ അന്വേഷണം നടത്തി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പോലീസുകാരെ പ്രതിയാക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് കൃത്യമായ രേഖകളിലൂടെ ബോധ്യപ്പെടാൻ കഴിയും. അത് പറയുമ്പോൾ അടിവരയിടാൻ കഴിയുന്നത് ഒരു പക്ഷേ ഗൂഢാലോചന കേസിന്റെ ഭാഗമായിട്ടായിരുന്നുവെങ്കിലും പള്ളുരുത്തിയിലെ പ്രവീൺ വധക്കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട DYSP ഇന്നും ജയിലിലാണ്. അത് കേരള പോലീസ് അന്വേഷിച്ചതാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ക്രിമിനലുകളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കേസുകളിലും ഒരു വിട്ടുവീഴ്ചയും കേരള പോലീസ് ചെയ്യാറില്ല എന്നുള്ള വസ്തുത ഞാൻ അടിവരയിട്ട് ആദ്യമേ പറയുകയാണ്. ഒരു സുതാര്യമായ അന്വേഷണത്തിന് എന്താണ് കേറാമുട്ടി? ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന്റെ ആവശ്യം, ആ കുടുംബത്തിന്റെ ആവശ്യം CBI അന്വേഷണം എന്നുള്ളതാണ്. കേരള പോലീസിന് പുറത്തുള്ള ഏജൻസി ഒരു അന്വേഷണത്തിനും സംഘടന എതിരല്ല. സംഘടനയ്ക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം ഔദ്യോഗികമായിട്ട് മറ്റൊരു അഭിപ്രായമല്ല. അത് കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അസോസിയേഷൻ എന്ന നിലയിൽ പോലീസിങ്ങിൽ ഞങ്ങൾ ഇടപെടാറില്ല. പക്ഷെ ഇന്ന് ഈ കേസിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാഹചര്യവും പൊതു സാഹചര്യവും ഞങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ കാണുന്നത് ഒരു അന്വേഷണം പോലും ഈ കാര്യത്തിൽ നടന്നിട്ടില്ല. ഇതൊരു കൊലപാതകമാണെന്ന് വിശ്വസിച്ച് എഴുതുന്നവർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അസോസിയേഷൻ എന്തായാലും ഒരു ധാർമ്മികമായ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തൊരു അഭിപ്രായം പറയേണ്ടതുണ്ട്. കൃത്യമായി ആരോപണങ്ങൾ ഉണ്ടായാൽ ഏതായാലും എത്ര പ്രമുഖന്റെ പേരിലായാലും അന്വേഷണം നടത്തിയിരിക്കണം. കുറ്റവാളികൾ എന്ന് കണ്ടെത്തിയാൽ ശിക്ഷിച്ചിരിക്കണം. കുറ്റവാളി എന്ന് കണ്ടെത്തുന്നത് വരെ ക്രിമിനലുകളായി ചിത്രീകരിക്കുന്ന രീതിക്ക് മാത്രമേ ഞങ്ങൾ എതിര് പറഞ്ഞിട്ടുള്ളൂ. ഈ വിഷയത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഒരു അന്വേഷണം നടന്നിട്ടില്ല. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഒരു ഡോക്യുമെന്റ് നമ്മുടെ മുമ്പിലുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാൻ നാരായണക്കുറുപ്പ് സാറിന്റെ റിപ്പോർട്ടാണ്. ഒരു വട്ടം ആ റിപ്പോർട്ട് വായിക്കുന്നവർ ഒരു പക്ഷേ ഇത് അന്വേഷണ റിപ്പോർട്ട് എന്ന നിലയിൽ കാണില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന സ്ഥാപനത്തിന്റെ അനിവാര്യതയിൽ ഉറച്ചു വിശ്വസിക്കുന്നതാണ് ഞാനും എന്റെ സംഘടനയും എന്റെ സംവിധാനവും. അത് അനിവാര്യമാണ്. അല്ല, അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ ഈ ചാനലിലൂടെ തന്നെ സംപ്രേഷണം ചെയ്യുണ്ടായി. അപ്പം അതൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹം അതിനെയൊക്കെ ഒരു ശാസ്ത്രീയമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റും? അതായത് ഒരു മരണം എന്തായാലും സംഭവിച്ചു. ആ മരണം ഏത് തലത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിഷം കഴിച്ചു എന്ന് പറയുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന വാദം പൊതുവെ നിൽക്കുന്നുണ്ട്. തർക്കത്തിനല്ല, എന്തോ ആയിക്കോട്ടെ, അന്വേഷിച്ചാലേ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാവില്ല. ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആദ്യം കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നത് പാറശാല ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. അവിടുത്തെ ഡോക്ടർ ഇദ്ദേഹത്തെ പരിശോധിച്ചതിൻ്റെ രേഖകളുണ്ട്.
അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഈ ഭരണകൂട സംവിധാനങ്ങൾ നമുക്ക് അറിയാവുന്നതല്ലേ. അല്ല, ഇതിനകത്ത് ഒരുപാട് പൊരുത്തക്കേടുകൾ മനസ്സിലാവുകയുണ്ട്. അതായത് ഇതിനകത്ത് പറയുന്ന ഒരു മോഷണ കേസ്, നമുക്കിപ്പം സംസ്ഥാനത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിശ്വസിക്കാമെങ്കിൽ ഈ മോഷണ കേസിന് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ സീനിയറായ ഓഫീസേഴ്സ് പൂഴിക്കുന്ന് എന്നുള്ള പ്രദേശത്ത് പാതിരാ നേരത്ത് ചെല്ലുക, അറസ്റ്റ് ചെയ്യുക. അത് സുപ്രീം കോടതി പറയുന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു അറസ്റ്റ് മെമ്മോ കൊടുക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരിക, കസ്റ്റഡിയിൽ സൂക്ഷിക്കുക, പീഡിപ്പിച്ചെന്ന് അവകാശപ്പെടുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെയൊക്കെ ന്യായീകരിക്കാൻ പറ്റുന്നത്? നിയമ സംവിധാനത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നാണ് ഇത്തരം വാദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്നത്. ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പ്രതി ആരാണെന്ന് അറിയില്ല. ഒരു കടക്കാരൻ്റെ കട മോഷണം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞൊരു കേസ് 2013 എടുത്തു എന്നുള്ള സത്യമാണ്. അന്വേഷണത്തിൽ ഒരു മൊബൈൽ കടയിൽ നിന്ന് മൊബൈൽ മോഷണം പോകുമ്പോൾ സ്വാഭാവികമായും അന്വേഷണം ആദ്യഘട്ടങ്ങളിൽ കൃത്യമായി മൊബൈൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട്. ആ കേസിന്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അത് അന്വേഷണത്തിൽ ചാർജ് കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ പ്രതി എന്ന നിലയിലാണ്, ആ കേസിലെ പ്രതി എന്ന നിലയിലാണ് ശ്രീജീഷ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അറസ്റ്റ് ചെയ്ത് 12 മണി രാത്രി 12:15 പോലീസ് സ്റ്റേഷനിലെത്തി ലോക്കപ്പ് ചെയ്ത് പോയി അധികം സമയം കഴിയുന്നതിന് മുമ്പാണ് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായത്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാന്റെ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കപ്പെടുമ്പോൾ കാണേണ്ടത് അതിൽ ശക്തമായ വിയോജിപ്പ് ഞങ്ങളുടെ സംഘടനയ്ക്കുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ എക്സിബിറ്റ്സ് ആയിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന തെളിവുകൾ 3 ആണ്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാനായ ജസ്റ്റിസ് നാരായണക്കുറുപ്പിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുണ്ടാവുക? 2013 നടന്നൊരു മോഷണ കേസിന് 2014 അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രാത്രി 12 മണിക്ക് അത് ഒരു പോലീസ് ടീം കൺസിസ്റ്റിംഗ് ഓഫ് CI, ASI, SCPO ആൻഡ് എ ഡ്രൈവർ. ആ ഡ്രൈവർ ഒരു ഗൈഡ് ASI. ഈ 4 പേര് കൂടിയിട്ട് രാത്രി 11:30 പാറശാല പോലീസ് സ്റ്റേഷനിൽ ഇത്രയും അകലെ 10-20 കിലോമീറ്റർ അകലെ പൂവാറ് പോയിട്ട് ഒരു പയ്യനെ അറസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് 2013 നടന്ന ഒരു മോഷണ കേസിൽ ഞങ്ങളുടേതായിട്ടുള്ള സംശയമുണ്ട്. മൂത്ത ജ്യേഷ്ഠ സഹോദരൻ പറയുന്നു ഇത് ഫിർഡാനൊന്നും കഴിച്ചല്ല മരിച്ചത്, മർദ്ദനമേറ്റാണ് മരിച്ചത്. അപ്പോൾ 2 ഇതുണ്ട്. അപ്പോൾ ആദ്യം പോലീസ് പറഞ്ഞു ശരിയാണല്ലോ എന്ന് നോക്കിയപ്പോൾ അതിന് ഞങ്ങൾക്ക് കുറേ ടൈം പോയി. ആർക്കും ഇതിൻ്റെ ലീതൽ ഡോസ് അറിയത്തില്ല, ഫിർഡാൻ എത്ര കഴിച്ചാലാണ് ഒരാൾ മരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ ആളെ സയൻറ്റിസ്റ്റിനെ തന്നെ കണ്ടു. അപ്പോൾ പോസ്റ്റ് ഡോക്ടറൽ ഇതാണ്, ഡോക്ടറെ കണ്ടു, സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 70 കിലോഗ്രാം തൂക്കമുള്ളൊരു വ്യക്തിക്ക്, ശ്രീജീവന് 69 കിലോഗ്രാം ഉണ്ടായിരുന്നു, 70 കിലോഗ്രാം തൂക്കമുള്ളൊരു വ്യക്തിക്ക് വ്യക്തി മരണപ്പെടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 63 ഗ്രാം ഫിർഡാൻ വേണം. ഈ ഫിർഡാൻ മാർക്കറ്റിൽ ഇവിടെ നിരോധിച്ചിരിക്കുകയാണ് കേരളത്തിൽ. അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഡോക്ടർ പറഞ്ഞത്, സയൻറ്റിസ്റ്റ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് മിനിമം ഏറ്റവും കുറഞ്ഞത് 63 ഗ്രാം ഫിർഡാൻ വേണം 70 കിലോ തൂക്കമുള്ള ഒരു വ്യക്തിയുടെ മരണത്തിന് ഇടയാക്കണം. അപ്പോൾ അത് നോക്കിയപ്പോൾ അണ്ടർവെയറിൻ്റെ നൈലോണിൻ്റെ മുകളിൽ കൂടെ ഒരു ഇതുണ്ട്, കോട്ടൺ കവറുണ്ട്. ആ കോട്ടൺ കവറിലൊരു തുളയുണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിലുള്ള സ്ഥലത്തിൽ കൂടെ വച്ചു എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ലോക്കപ്പിൽ ഇയാളെ ഇടുന്നതിന് മുമ്പ് തന്നെ, ശ്രീജീവനെ ഇടുന്നതിന് മുമ്പ് തന്നെ 3-4 ഓഫീസർമാർ വളരെ വിശദമായിട്ട് ശരീരവും വസ്ത്രവും പരിശോധിച്ചിട്ടുണ്ട് പലതവണയായിട്ട്. അപ്പോൾ ഈ 63 ഗ്രാം ഫിർഡാൻ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ലോക്കപ്പിൽ ഇടുന്നതിന് മുമ്പ് പരിശോധനയിൽ അത് പുറത്ത് എങ്ങനെയും വരും. അപ്പോൾ അത് യാതൊരു കാരണവശാലും ഇവർ കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ഫിർഡാൻ ഇതിൻ്റെ അകത്ത് തിരികെ വെച്ച് ഉള്ളിൽ വന്നിട്ടില്ല എന്നുള്ള ആ കോൺക്രീറ്റ് നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തിനാണ് അങ്ങനെ പക്ഷപാതപരമായ നിലപാടെടുക്കേണ്ടത്? അതും കൂടി താങ്കൾ പറഞ്ഞു. അത് അദ്ദേഹം ചെയ്തിരിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ എന്തായാലും ഒരു പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്നുള്ള നിലയിൽ സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് അങ്ങനെ ഒരു അവജ്ഞയോ അവഗണനയോ ആവശ്യമില്ല അദ്ദേഹത്തിന്. അവരോട് അനീതി പറയേണ്ട കാര്യവും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ സർവീസും റിട്ടയർഡ് ജഡ്ജി എന്ന നിലയിലും നിങ്ങൾക്ക് മക്കളുള്ളതാണ്. എന്തായാലും 2013 നടന്ന കേസായിരുന്നു. ഈ പെണ്ണിന്റെ കല്യാണത്തിന് തന്നെ അങ്ങ് പൊക്കിക്കൊണ്ടുവരണോ? ഈ ഫിലിപ്പോസിന്റെ ബന്ധുവായ നിങ്ങൾ എങ്ങനെ പറയുന്നത്? നാരായണക്കുറുപ്പ് സാറ് ഉണ്ടാക്കിയത് തെറ്റാണെന്ന്. അപ്പൊ ഈ പോലീസുകാർ പറയുന്ന എല്ലാം ശരി,
നാരായണക്കുറുപ്പ് സാർ സത്യം കണ്ടെത്തിയത് തെറ്റ്. ഈ പോലീസുകാരെന്ന് പറയുന്നത് അവർ പണവും സ്വാധീനം നല്ല ആൾക്കാരുണ്ട്, റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആൾക്കാരുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. അവർക്ക് വേണം, മക്കളില്ലേ? ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഞാൻ ഈ വിഷയത്തിൽ നിഗമനത്തിലല്ല എത്തുന്നത്. മരണകാരണം എന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ചർച്ചയ്ക്ക് ആധാരമായി നിൽക്കുന്ന ഡോക്യുമെന്റ് ആകെ നമുക്കുള്ളത് നാരായണക്കുറുപ്പ് സാറിന്റെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ഡോക്യുമെന്റ് ആണ്. അതെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. ഫസ്റ്റ് കൊണ്ടുപോയ ഹോസ്പിറ്റലിലെ ഡോക്ടർ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തതായി മാധ്യമ വാർത്തകൾ വന്നതാണ്. അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റിൽ എങ്ങും ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പരാമർശമില്ല. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഏതൊരു പേഷ്യന്റ്, പോലീസ് ആയിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ആര് കൊണ്ടുപോയാലും ആശുപത്രി കാഷ്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റൽ കസ്റ്റഡിയിലാണ്. പിന്നെ ഡോക്ടർമാരും നഴ്സുമാരാണ് നോക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സ്വതന്ത്രമായ ഒരു അന്വേഷണ ഏജൻസി വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് ആയിരിക്കുമല്ലോ അവരുടെ അന്വേഷണത്തിന്. അതിനെ അസോസിയേഷൻ ഭയക്കേണ്ട കാര്യമില്ല. അസോസിയേഷൻ ഭയന്നുകൊണ്ട് പറയുന്നതല്ല, ഇത് ഒരു തെറ്റിദ്ധാരണ പോലീസ് സമൂഹത്തിനെയാകെ ക്രിമിനലുകളായി കാണുന്ന ഒരു പൊതുധാരണ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. ആ ധാരണ നിൽക്കുന്നവർ വസ്തുത ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അതൊന്നുകൂടി പറയാൻ അനുവദിക്കുക. മെഡിക്കൽ കോളേജിലെ കേസ് ഷീറ്റ് റഫർ ചെയ്തതായി അദ്ദേഹത്തിന്റെ രേഖ നോക്കിയാൽ കാണാൻ കഴിയില്ല. പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് ഫസ്റ്റ് നടപടി മരണപ്പെട്ടതിന് ശേഷം ഇൻക്വസ്റ്റ് നടത്തിയത് RDO കാർത്തികേയൻ IAS ആണ്. ഡോക്ടറാണ്, MBBS കാരൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തതായിട്ടോ അദ്ദേഹത്തോട് ചോദിച്ചതായിട്ടോ രേഖകളെങ്ങും പെടുത്തിയിട്ടില്ല. അദ്ദേഹം വെച്ചിരിക്കുന്ന രേഖ 3 എണ്ണമാണ്. അതിലൊന്ന് വെള്ളായണി കാർഷിക യൂണിവേഴ്സിറ്റിയിലെ കീടനാശിനികളുടെ വിഭാഗത്തിന്റെ തലവൻ. ഒരു മനുഷ്യജീവന്റെ മരണകാരണം സർട്ടിഫൈ ചെയ്യാൻ ഒരു ഡോക്ടർക്കല്ലാതെ ഒരു കീടനാശിനികളുടെ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഡോക്ടർക്ക് കഴിയുമോ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു പോലീസിന്റെ പ്രതിയാണെന്നുള്ളതിൽ എനിക്ക് നാണം തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം ഒരു ജുഡീഷ്യൽ അധികാരമുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനം കുറ്റം ചെയ്തിട്ടുള്ള പോലീസുകാരുടെ കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ തലവനെന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ്. ഇദ്ദേഹം പറയുന്ന റിപ്പോർട്ടൊന്നുമല്ല അവർ ഇറക്കിയിരിക്കുന്നത്, അത് ജുഡീഷ്യൽ ഓർഡറാണ്. ആ ഓർഡർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം 3 പോലീസുകാർ, ഒരു ഗോപകുമാർ, ഒരു ഫിലിപ്പോസ്, ഒരു ബിജുകുമാർ, ഇവർ 3 പേരും കൂടി ചേർന്ന് ഈ ഹതഭാഗ്യനായിട്ടുള്ള ഈ സ്ത്രീയുടെ മകനെ പിന്നെ കസ്റ്റഡി മരണം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്നുള്ളതിൻ്റെ മുഴുവൻ തെളിവുകളും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറയുന്ന മുഴുവൻ അബദ്ധമാണ്. ഇപ്പൊ കീടനാശിനിയുടെ പറഞ്ഞല്ലോ, ഒരു കീടനാശിനിയുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ അടുത്ത് ചോദിച്ചെന്താണെന്നറിയാവോ നാരായണക്കുറുപ്പ്? ഫ്യൂറിഡാൻ കഴിച്ചിട്ടാണ് മരിച്ചെന്ന് ചോദിച്ചു. ഫ്യൂറിഡാൻ കഴിച്ചിട്ടാണ് മരിച്ചെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ആ വിദഗ്ധൻ പറഞ്ഞത് 63 ഗ്രാം ഫ്യൂറിഡാൻ കഴിച്ചാൽ മാത്രമേ 70 കിലോ തൂക്കമുള്ള ഈ ശ്രീജീവ് എന്ന് പറഞ്ഞ ഈ വനിതയുടെ മകൻ മരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ വലിയൊരു ഇത്രയും ഭാഗം ഉണ്ടാവും. എന്നിട്ട് എന്താണ് ഇവർ ചെയ്തെന്നറിയാമോ? ഇത്ര ക്രൂരമാണെന്നറിയോ? കേരളത്തിൽ ഇത്രയും നീചവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു കസ്റ്റഡി മരണം നടന്നിട്ടുണ്ടാവില്ല. ഇവരെന്താ ചെയ്തെന്നറിയാമോ? ഇവര് ഈ ശ്രീനുവിനെ ഇതുപോലെ അർദ്ധരാത്രി 12:30 മണിക്ക് മറ്റേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അണ്ടർവെയർ ഊരി പരിശോധിച്ചു. അത് അവരുടെ മൊഴിയിലുണ്ട്, ഈ രേഖയിലുണ്ട്. അണ്ടർവെയർ ഊരി പരിശോധിച്ചു. ആ അണ്ടർവെയറുമായി ബന്ധപ്പെട്ട് ഒരു സാധനം ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലില്ല. എന്നിട്ട് ഈ പോലീസുകാർ, ഞാൻ എല്ലാ പോലീസുകാരും കുറ്റക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, ഈ പോലീസുകാർ കേട്ടാൽ ഞെട്ടിപ്പോവും. പരിക്കേറ്റ് മൃതപ്രായനായി ആശുപത്രിയിൽ കിടന്ന ഈ ശ്രീനുവിൻ്റെ അടിവസ്ത്രം ഊരിയെടുത്തു പോലീസുകാർ. അറിയാമോ? നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങളെവിടെയെങ്കിലും? ആ അടിവസ്ത്രത്തിന് അകത്ത് പിന്നെ ഇത്രയും വലിയ വിഷം ചേർത്ത് വെച്ചെന്ന് പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കി കാണിച്ചവരാണ് ഈ പോലീസുകാർ. ഈ പോലീസുകാർ ഈ ചെറുപ്പക്കാരനെ കൊന്നതാണെന്നുള്ളതിന് മുഴുവൻ തെളിവുകളും 37 പേജുള്ള ഇത് റിപ്പോർട്ടിൽ ഇതൊരു ജുഡീഷ്യൽ ഓർഡറാണ്. ഈ ഓർഡറിനകത്ത് കിടക്കുകയാണ്. അപ്പം എൻ്റെ ചോദ്യം, ഈ 3 പോലീസുകാർ ഇവർ നമ്മുടെ മുന്നിലുണ്ട്. ഡേ ലൈറ്റിൽ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ പോലീസുകാർ. ഈ പോലീസുകാരെ 1.5 വർഷമായിട്ട് അവർ കൊടുത്ത കേസിൽ സ്റ്റേ മേടിച്ചിരിക്കുകയാണ്. ഇവരെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. ഇതിനുള്ള മുഴുവൻ തെളിവുകളും ഇതിനകത്തുണ്ട്. ഇതിന്റെ വാക്കുകൾ ഒറ്റ സെന്റൻസുകൾ നോക്കി. ഫസ്റ്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ വെർഡിക്റ്റിന് അവർക്ക് അപ്പീൽ കൊടുക്കാൻ പാടില്ല. അല്ല, ഞാനൊന്ന് പറയട്ടെ. ഇതിന്റെ ഫസ്റ്റ് ഓർഡറിലെ ഫസ്റ്റ് സെന്റൻസ് എന്താ പറയുന്നറിയോ? ദ കേസ് ഓൺ ഹാൻഡ് റെപ്രസെന്റ്സ് ദ സ്റ്റോറി ഓഫ് എ യൂത്ത് ഏജ് 27 ഫുൾ ഓഫ് വിം ആൻഡ് വിഗർ. ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ ഹൂസ് ലൈഫ് വാസ് സ്നഫ്ഡ് ഔട്ട് ബൈ ദ പോലീസ് ബൈ ബ്രൂട്ടൽ ഫിസിക്കൽ അസോൾട്ട് ഇൻ കസ്റ്റഡി എന്നാണ് ഫസ്റ്റ് സെന്റൻസ് ഈ ജുഡീഷ്യൽ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് തെളിവാണ് ഈ പോലീസുകാർക്ക് കൂടെ വേണ്ടത്? സിവിൽ പോലീസ് ഓഫീസറും വേറൊരു CPO സിവിൽ പോലീസ് ഓഫീസറും കൂടെ വന്നേ. അവർ വന്ന ഉടനെ പറഞ്ഞു ശ്രീജീവ് ഫ്രീഡാൻ കഴിച്ചിട്ടുണ്ടോ?
അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സ തുടങ്ങിയത്. കാഷ്വാലിറ്റിയിൽ വെച്ച് തന്നെ 80 മില്ലിഗ്രാം അട്രോപ്പിനാണ് ഇതിൻ്റെ ഒരു ആൻറ്റിഡോട്ട്. അവിടെ വെച്ച് തന്നെ IV ഇൻഫ്യൂഷൻ തുടങ്ങി, IV ഇഞ്ചക്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാർഡിലേക്ക് മാറ്റി. വാർഡിൽ ചെന്നിട്ട് അവിടെ 60 മില്ലിഗ്രാം. അത് ഇതിനെ തുടർന്ന് 30 മില്ലിഗ്രാം 8th hourly till he died. അപ്പോൾ മൊത്തം 230 മില്ലിഗ്രാം അട്രോപ്പിൻ കടത്തുന്നുണ്ട് ശരീരത്തിൽ. അപ്പോൾ മരണകാരണം ഈ മസിൽ ഇഞ്ചുറിയും അട്രോപ്പിൻ പോയിസണിങ്ങാണ് ഞങ്ങളങ്ങനെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്രിയ സഹോദരന്റെ മരണത്തിൽ ദുഃഖമുണ്ട്. അതിന്റെ കാരണം CBI അന്വേഷണത്തിലൂടെ കണ്ടെത്തണം. പോലീസുകാരും അതിനെതിരല്ല, പോലീസ് സംഘടനകളും എതിരല്ല. അത് അടിവരയിട്ടുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. അമ്മയ്ക്കൊപ്പം ഞങ്ങളുമുണ്ട്. എന്നെ വേദനിപ്പിക്കരുത്. ഞാൻ ആകെ തകർന്ന സ്ത്രീയാണ്. 2.5 വർഷം കൊണ്ട് നീതിക്ക് വേണ്ടി പട്ടിയെ പോലെ കിടക്കുകയാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ പോലീസുകാർക്ക് എപ്പോഴും സൈഡാണ്. എന്നെ നിങ്ങൾ വേദനിപ്പിക്കരുത്. ഞാൻ തകർന്നിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ഇവിടെ തലയടിച്ച് മരിക്കും. നിങ്ങൾ പോലീസുകാർക്ക് ഇത് ഗൗരവമുള്ള ഒരു ആരോപണമാണ് വന്നത്. അതിൽ എന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറയട്ടെ. ഞാനൊരു മനുഷ്യനാണ്. മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ ഒരു മാതൃവേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ആ അമ്മയുടെ സാന്നിധ്യത്തിൽ ചില ക്രൂരമായ ആരോപണങ്ങൾ വരുമ്പോ എനിക്ക് അതുപോലെ മറുപടി പറയാൻ കഴിയില്ല എന്ന ധർമ്മസങ്കടം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറയട്ടെ, മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞ ശ്രീജിത്തിനെ കൃത്യമായ ഡോക്യുമെന്റ്സ് ഉള്ളതാണ്. കാരണം വിഷം ഉള്ളിൽ പോയിട്ടുണ്ട്. മരണപ്പെടാനുള്ള സാധ്യതയോ രക്ഷപ്പെടാനുള്ള സാധ്യതയോ പ്രവചിക്കാൻ കഴിയില്ല. അവിടുത്തെ മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിൽ ചെന്ന് റിമാൻഡ് ചെയ്യപ്പെട്ടു, തമ്പും പ്രശ്നം എടുത്തുകൊണ്ട്. അതുമുതൽ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അവിടെ മരണപ്പെടുന്ന ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ അവിടെ മരണപ്പെട്ട ആ ശ്രീജിത്തിന്റെ വസ്ത്രങ്ങൾ അഴിക്കാനൊന്നും അധികാരം പോലീസിനില്ല. മൊഴിയുണ്ട്. പറഞ്ഞപ്പോൾ അതായത് ഈ ശ്രീനുവിന്റെ അടുത്ത് കിടന്ന ഒരാളുടെ മൊഴിയാണിത്. ആ മൊഴിയിൽ എന്താ പറയുന്നത്? ഞാൻ കിടന്ന ബെഡിന്റെ അടുത്ത് വിഷം കഴിച്ചു എന്ന് പോലീസ് പറയുന്ന യുവാവ് ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിൻ്റെ തലേദിവസം എൻ്റെ ബെഡിൽ വന്ന് എന്നോട് പോലീസ് കാണിച്ച എന്തോ എഴുതിയൊരു കടലാസിൽ ഒപ്പിടാൻ പറഞ്ഞു. അതിൻ്റെ ഉള്ളടക്കം എനിക്കറിയില്ല, വായിച്ച് കേൾപ്പിച്ചില്ല. ഒരു ഷഡ്ഡി കാണിച്ചു തന്നു. അത് യുവാവിൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തതാണോ എന്ന് എനിക്കറിയില്ല. മരിച്ച പയ്യൻ്റെ അനുജനോ ജ്യേഷ്ഠനോട് ഉണ്ടായിരുന്നു. ഷഡ്ഡിയെ പറ്റി എനിക്ക് വേറൊന്നും അറിയില്ല. ഇതുപോലെ എൻ്റെ ബെഡിൻ്റെ അടുത്ത് കിടന്ന് വേറൊരാളെ കൊണ്ട് ഒപ്പിടിച്ചു. ഇത് മൊഴിയാണിത്. വിഷം കഴിച്ചു ഒരു പേഷ്യന്റ് മെഡിക്കൽ കോളേജിൽ ചെന്നാൽ ഈ ഇരുന്ന് സംസാരിക്കുന്ന ആൾക്ക് അറിയില്ലായിരിക്കാം. മെഡിക്കൽ കോളേജിൽ അന്വേഷിക്കുക, ഡോക്ടർമാരോട് അന്വേഷിക്കുക. വസ്ത്രം അഴിച്ച് വയറിനക സ്റ്റൊമക് വാഷ് വരെ നടത്തുന്ന രീതിയിൽ ഡോക്ടർമാരാ ചെയ്യുന്നത്, നഴ്സുമാരാ ചെയ്യുന്നത്, പോലീസ് അല്ല. ആ രീതിയിലാണ് ചെയ്യുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് തൊടാറില്ല. അത് ചെയ്യുന്നതാരാ? RDO, ബഹുമാനപ്പെട്ട ഡോക്ടർ കാർത്തികേയൻ IAS അവരുടെ നേതൃത്വത്തിലുള്ള ടീം. അവർ വന്ന് ഇൻക്വസ്റ്റ് നടത്തി ബാക്കി എല്ലാ നടപടികളും പൂർത്തിയാക്കിയതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ബോഡി വിട്ടു. എനിക്ക് താങ്കളുടെ ഒരു നില മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, അങ്ങേ സൈഡിൽ നിന്ന് ഇതൊരു സ്വാഭാവിക മരണമാണ് എന്ന് ഉള്ള നിലപാടിൽ നിന്നുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെ എന്തിനാണ് ഇപ്പോൾ പോലീസ് അതോറിറ്റിക്കെതിരായിട്ട് ഈ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി നിലകൊള്ളുന്നത്? അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതൊരു കസ്റ്റഡി മരണമല്ല എന്ന് സ്ഥാപിക്കാൻ? കസ്റ്റഡി മരണമാണെങ്കിൽ അതൊരു ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തിയേ പറ്റൂ. ബഹുമാനപ്പെട്ട നാരായണക്കുറുപ്പ് സാറ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ചെയർമാൻ മാത്രമാണ്. അദ്ദേഹം ഏത് തലത്തിൽ എന്ത് അന്വേഷണമാണ് നടത്തിയത്? കുറച്ച് സ്റ്റേറ്റ്മെന്റുകളൊക്കെ എടുത്താൽ അതൊരു അന്വേഷണമാകില്ല. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി 3 അംഗങ്ങളുള്ളതാണ്. അതൊരു ജുഡീഷ്യൽ വെർഡിക്റ്റ് ആണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ, അതിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 മെമ്പർമാരുള്ള സമിതി, അവർ 3 പേരും കൂടി ഇരുന്നെടുക്കുന്ന തീരുമാനം. ഇതിൽ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന് നേരിട്ടും മറ്റ് 2 മെമ്പർമാർക്കും ഫുൾ കോറം കൂടിക്കൊണ്ടുള്ള വിചാരണ ഞങ്ങൾക്ക് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം രേഖകളായി വച്ചിരിക്കുന്ന ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥൻ, അതുപോലെ മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ഒരു ഡോക്ടർ. അന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ 93 വയസ്സ് പ്രായമായിരുന്നു. ദൗർഭാഗ്യവശാൽ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല. അദ്ദേഹത്തിനെ അടക്കം ക്രോസ് വിസ്താരം ചെയ്യാനുള്ള അവസരം ആവശ്യപ്പെട്ടു. അത് ഇദ്ദേഹം നിഷേധിച്ചു. ഏതൊരു കേസിലും ക്രിമിനൽ പ്രൊസീജിയർ, സിവിൽ പ്രൊസീജിയർ കോഡ് പ്രകാരം പ്രവർത്തിക്കേണ്ടതാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ആരോപണ വിധേയർക്ക് അവരെ വാദം പറയാനുള്ള അവസരം പോലും നിഷേധിച്ചിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി വെക്കുമ്പോഴുണ്ടാകുന്ന കുഴപ്പമാണ് സൂചിപ്പിച്ചത്. ഈ വാർഡിൽ ചികിത്സ ചെയ്തിരുന്ന സമയത്ത്
ചികിത്സയ്ക്ക് വിധേയനായ സമയത്ത് ശ്രീജീവിൻ്റെ ബ്ലഡൊക്കെ പരിശോധിച്ചിട്ടുണ്ട്, യൂറിനൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ബ്ലഡിൽ CPK എന്നൊരു ഘടകമുണ്ട്, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്. അത് നോക്കി നോർമലായിട്ട് 2 ഒക്കെ ഉള്ള ഒരു ഫിഗർ, ചെറിയൊരു വാല്യൂ ആകാവും. ഇതിൽ 4600 ശ്രീജീവിൻ്റെ. അത് മസിൽ ട്രോമ അല്ലെങ്കിൽ ക്രഷ് ഇഞ്ചുറി വരുമ്പോൾ മാത്രമേ വരത്തുള്ളൂ. ഞങ്ങൾ അതിൻ്റെ സുപ്രീമായിട്ടുള്ള ആളെ കൺസൾട്ട് ചെയ്ത്, ഡോക്ടർ ഗുഹരാജിനെ കൺസൾട്ട് ചെയ്ത്. സിവിയർ മസിൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ മാത്രമേ യൂറിനിൽ മയോഗ്ലോബിൻ കാണത്തുള്ളൂ. ഇതിൽ 2000+, 2000+. ഇതെല്ലാം എവിഡൻസും ഇത് ഇവർ പറയുന്ന ആത്മഹത്യക്കെതിരെ. ശ്രീജീവ് താമസിച്ചിരുന്ന ആറ്റിങ്ങൽ ലോഡ്ജിലാണ്. അവിടെ നിന്ന് ഒരു സൂയിസൈഡ് നോട്ട് പോലീസ് കണ്ടെടുത്തു. ഞങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് ജീവിതം മടുത്തു, ഞാൻ പോകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ലിറ്റററി സ്റ്റൈലിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വീട്ടുകാരുണ്ട് ഇത് സൂയിസൈഡ് നോട്ട് ഹാജരാക്കിയപ്പോൾ. അമ്മയും സഹോദരനും പറഞ്ഞത് അവൻ്റെ കയ്യക്ഷമേ അല്ല, അവൻ എഴുതിയതല്ല, അവൻ 5 വരെ പഠിച്ചുള്ളൂ. ഇങ്ങനെ ശരി, ഇതിനെപ്പറ്റി തർക്കമുണ്ട് ഈ ഹാൻഡ് റൈറ്റിങ്ങിന്. അഡ്മിറ്റഡ് ആയിട്ട് വല്ലതും ഉണ്ടെന്ന് ആ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, ക്രൈം ബ്രാഞ്ചിൽ DYSP മറ്റോ ആണ്. അപ്പോൾ ഒന്നുമില്ലയെന്ന് പറഞ്ഞു. കയ്യിൽ ഫയലുണ്ട്, ക്രൈം ബ്രാഞ്ച് ഫയൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നോക്കി. അപ്പോഴാണ് ആ ലോഡ്ജിൽ മുറി എടുക്കാൻ സമയത്ത് ശ്രീജീവ് എഴുതി കൊടുത്ത ആ ലെഡ്ജറിലുള്ള ഹാൻഡ് റൈറ്റിംഗ് കണ്ടത്. അത് അഡ്മിറ്റഡാണ്. അത് നോക്കിയപ്പോൾ ഇത് തമ്മിൽ യാതൊരു സാമ്യവുമില്ല. എന്നിട്ട് അത് ഞങ്ങൾ ഒരു ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിനെ കൊണ്ട് അത് പരിശോധിപ്പിച്ചു. അത് പറഞ്ഞു 2 പേര് എഴുതിയതാണ്, ഒരാൾ എഴുതിയതല്ല. എനിക്ക് ജീവിതം മടുത്തു, ഞാൻ പോകുന്നു. അത് ഞാൻ എൻ്റെ ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. അത് 5ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. ഒന്നാമത് 2 ഹാൻഡ് റൈറ്റിംഗ് വ്യത്യസ്തമാണ്. അതിന് പുറമെ അതിൽ എഴുതിയിരിക്കുന്ന കണ്ടൻസ്, അതിൻ്റെ ഉള്ളടക്കം, എനിക്ക് ജീവിതം മടുത്തു, ഞാൻ പോകുന്നു എന്നുള്ളത് 5 ക്ലാസ് വരെ പഠിച്ച ഒരാൾക്കൊന്നും എഴുതാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ വച്ചു നോക്കുമ്പോൾ ഒരേ ഒരു കൺക്ലൂഷൻ, നിഗമനത്തിലേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് ശ്രീജീവിൻ്റെ മരണകാരണം കസ്റ്റഡി മർദ്ദനവും അട്രോപ്പിൻ പോയിസണിങ് രണ്ടും കൂടെ കൂടിയിട്ടുള്ള സംഭവം. ശ്രീജിത്ത് ഇപ്പം കഴിഞ്ഞ മിനിസ്ട്രി ഉള്ളപ്പോൾ തന്നെ സമരത്തിലാണ്. ഈ മിനിസ്ട്രി ആയപ്പോഴും അത് തുടരുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ മേലധികാരികൾ ഇതിനകത്തൊരു കണ്ണുവയ്ക്കാഞ്ഞത്? ഞാൻ ജാനുവരി 9-ാം തീയതി രാത്രി ഒരു 8:30 ശ്രീജിത്തിനെ സെക്രട്ടേറിയറ്റ് നടയിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അന്ന് ശ്രീജിത്തിനോട് സംസാരിക്കുമ്പോഴും ശ്രീജിത്ത് പറഞ്ഞു, ഇന്നേ വരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് അവിടെ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഇഷ്യൂവായി കേരളത്തിലെ യുവജനങ്ങൾ ഒന്നടങ്കം, പൊതുമനസാക്ഷി ഒന്നടങ്കം ഉണർന്നു എന്ന് കണ്ടപ്പോഴാണ് രാഷ്ട്രീയ നേതൃത്വം ഇതിനകത്തേക്ക് കടന്നു വരുന്നത്. അതുവരെ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സമരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം അവിടെ സമരം നടത്തുമ്പോൾ അദ്ദേഹം തൊട്ടടുത്തൊരു ബുദ്ധൻ്റെ ചിത്രമാണ് അദ്ദേഹം ഒഴിവു സമയത്ത് വരയ്ക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന് മൂക്കിൽ നിന്ന് ചോര വന്നിട്ടുണ്ട്, മൂത്രം ഒഴിക്കുമ്പോൾ ചോര വന്നിട്ടുണ്ട്. ഇന്റേണൽ ഓർഗൻസ് പലതും തകർച്ചയുടെ അവസ്ഥയിലാണ്. ഇറോം ഷർമിളയൊക്കെ നടത്തിയ സഹന സമരത്തോട് നമുക്ക് ഉപമിക്കാൻ തരത്തിലുള്ള ഒരു സമരമാണ്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, അതായത് പോലീസുകാർ തന്നെ പോലീസുകാരുടെ അതിക്രമങ്ങൾ അന്വേഷിച്ചിട്ട് പല ആൾക്കാരും ഈ പ്രവീൺ പോലുള്ള കേസുകൾ, അത് എക്സെപ്ഷണൽ കേസസ് ആണ്. 1-2 കേസസ് ചൂണ്ടിക്കാണിച്ചിട്ട് കേരളത്തിലുള്ള നടപടികളെല്ലാം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്ന് പറയാൻ പറ്റില്ല. ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു പോലീസുകാരൻ വിശ്വസിക്കുന്നില്ല, തെറി പറഞ്ഞാൽ പോലും 1.5 കോടി ഫൈൻ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ കസ്റ്റഡി മരണങ്ങളും എല്ലാം ഒരു പക്ഷേ ഇതൊന്നും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സംഘടനയുടെ ഹുങ്കുണ്ട്, ഒരു പക്ഷേ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഒരു പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് വിശ്വസിക്കുന്നുണ്ടോ ഇതിനകത്ത് രാഷ്ട്രീയമായ അട്ടിമറി ഉണ്ടെന്ന്? അല്ല, ഇത്രയും നാളായിട്ട് ഈ സഹോദരന് നീതി കിട്ടിയിട്ടില്ല. ഇവർ സംഘടനാ പ്രതിനിധികളെ കുറിച്ച് പറയുന്നു. ഈ സംഘടനകളാണ് ഇന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വത്തെ പല ഘട്ടങ്ങളിലും സംരക്ഷിക്കുന്നുണ്ട്. ഒരു ആരോപണത്തിന് അടിസ്ഥാനമുണ്ടോ? അതായത് പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഉപയോഗിച്ച് നിങ്ങൾ കുറ്റവാളികളായ പോലീസുകാരെ സംരക്ഷിക്കുന്നു എന്ന് ഇദ്ദേഹത്തെ പോലെ ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ, ഞാൻ എൻ്റെ കുടുംബം എന്ന് മാത്രം ചിന്തിക്കുന്നവർക്ക് ഒരുപക്ഷെ ഞങ്ങൾ എന്ന് പറയുന്നതിന് ഇഷ്ടപ്പെടാത്ത സാഹചര്യം ഉണ്ടായേക്കാം. അവരെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ നെടുന്തൂണുകൾ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ആൻഡ് ഫോർത്ത് എസ്റ്റേറ്റ്, ഈ 4 സംവിധാനങ്ങളും നിഷ്പ്രഭവും നിഷ്ഫലവുമായ ഒരു സാഹചര്യത്തിൽ ഒരു 5th എസ്റ്റേറ്റ് ഉയർന്നു വന്നു എന്നുള്ളത് ഞാൻ പറയും. സോഷ്യൽ മീഡിയ അതാണ്. ഈ തരത്തിലുള്ള ഈ 4 ഏജൻസികൾ, ഇപ്പൊ നമ്മൾ മാധ്യമങ്ങളും അത് അവഗണിച്ചു. ആദ്യഘട്ടത്തിൽ നമ്മുടെ ജുഡീഷ്യറി തന്നെ 1.5 വർഷം അത് സ്റ്റേ ജയിലിൽ കടന്നു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഗവൺമെന്റ് കാര്യമായി പ്രവർത്തിച്ചില്ല. ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം, മനുഷ്യാവകാശ കമ്മീഷനുകൾ, പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിഷ്ഫലമായി പോയി, അത് മുന്നോട്ട് പോയില്ല. ഈ ഒരു സാഹചര്യത്തിൽ
ജനങ്ങളുടെ അഭിപ്രായമായി ഒരു ഫിഫ്ത്ത് എസ്റ്റേറ്റ് ഈ രംഗത്തേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, ഒരു കാരണവശാലും പോലീസ് അവരുടെ കുറ്റവാളികളായ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നാൽ കേരളത്തിൻ്റെ ഇതിനു മുമ്പുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഉരുട്ടിക്കൊലക്കേസ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. അവസാനം CBI അന്വേഷണം നടത്തിയിട്ടാണ് അതിനെ സംബന്ധിച്ച് കുറ്റപത്രം തയ്യാറാക്കപ്പെട്ടത്. അതിൽ ആൾമാറാട്ടം നടത്തുകയും ആ പ്രതികളെ മാധ്യമങ്ങളിൽ നിന്ന് രക്ഷിക്കാനും ശ്രമിച്ചത് ആരാണെന്നുള്ളത് അദ്ദേഹം തന്നെ പറയേണ്ടതാണ്. നമുക്കറിയാം, അത് പോലീസുകാർ തന്നെ അങ്ങനെ ചെയ്തു. പല കേസുകളിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെട്ടു. നമ്മുടെ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഫലപ്രദമായ എന്ത് പരിഹാരമാണ് ഉള്ളത് എന്നൊരു ചോദ്യം പോലും ഇവിടെ ഉന്നയിക്കപ്പെടുന്നു. മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ നിയമത്തിൽ വന്നിട്ട് 25 വർഷം കഴിഞ്ഞു. കേരളത്തിൽ മനുഷ്യാവകാശ കോടതികൾ ഉണ്ടായില്ല. മനുഷ്യാവകാശ കമ്മീഷനുള്ള റിപ്പോർട്ടുകൾക്ക് പുല്ലുവിലയാണ് നമ്മുടെ ഗവൺമെൻറ്റുകൾ, മാറി മാറി അധികാരത്തിൽ നിന്ന് ഗവൺമെൻറ്റുകൾ പുലർത്തുന്നത്. അവരുടെ റിപ്പോർട്ടുകൾ കൊടുത്താൽ ആ റിപ്പോർട്ടിന് മുകളിൽ വേറൊരു IG അന്വേഷിച്ചിട്ട് അതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് പോലീസുകാരെ രക്ഷപ്പെടുത്തുന്ന എത്രയോ സംഭവങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ തന്നെ ഇവിടെ ഉന്നയിച്ചു. പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റി എന്ന് പറഞ്ഞ പല്ലും നഖവുമില്ലാത്ത ഒരു സാധനം, ഈ കുട്ടമ്പിള്ളയുടെ എന്താണ് പിന്നെ മഹസർ പോലെ അവസാനം വായ തുറന്നു നോക്കിയപ്പോൾ പല്ലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ അധികാരമില്ലാത്തൊരു സംവിധാനം. അപ്പോൾ ഈ ചുരുക്കി പറഞ്ഞാൽ, ഒരു പൗരന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ, നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ലംഘിച്ചില്ലേ, CRPC വ്യവസ്ഥകൾ ലംഘിച്ചില്ലേ, ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ വീട്ടുകാരെ അറിയിക്കണമെന്നുള്ള വ്യവസ്ഥ ലംഘിക്കും. അമ്മ അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. എന്തേ അവര് ഈ അങ്ങനെ അറസ്റ്റ് മെമ്മോ തയ്യാറാക്കിയത് വ്യാജമായിട്ടല്ലേ? നിയമവാഴ്ച നിലവിലുള്ള ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് പോലീസ് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത്? ഈ സംവിധാനങ്ങളെ അവർ ഇപ്പോൾ പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയുടെ നിയമപരമായ കാര്യത്തെ ചോദ്യം ചെയ്യുന്നു, അതിന്റെ അധികാരത്തെ അവർ ചോദ്യം ചെയ്യുന്നു. ആ പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയാണ് ഒരു IG സമൺ ചെയ്തത്. പോലീസ് ആക്ട് നിങ്ങൾ വായിച്ചു നോക്കണം. അങ്ങനെ ഒരു IG വിളിച്ചു വരുത്താനുള്ള എല്ലാ അധികാരങ്ങളും പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിക്കുണ്ട്. എന്നിട്ട് അദ്ദേഹം അവിടെ ഹാജരായില്ല. അതിനെതിരെ ഹൈക്കോടതിയെ പോകാനാണ് തുനിഞ്ഞത്. എന്തുകൊണ്ടാണ് നിയമ സംവിധാനങ്ങളെ, മനുഷ്യാവകാശ ലംഘനങ്ങൾ അറുതി വരുത്തുന്ന, അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സംവിധാനങ്ങളെ പോലീസ് അസോസിയേഷനുകൾ, പോലീസ് സംവിധാനങ്ങൾ, ഗവൺമെന്റുകൾ എതിർക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണം. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ആരെങ്കിലും മൗനം പാലിച്ചതുകൊണ്ടോ രാഷ്ട്രീയ ഇടപെടൽ നടത്തിയത് കൊണ്ടോ ഇങ്ങനെയുള്ള കേസുകൾ ഒഴിവാക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയും ശക്തമായ ഒരു കാലയളവിൽ. എൻ്റെ ഒരു അറിവിൽ നിന്ന്, ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന്, ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം അധികാരം ഏറ്റെടുത്ത് 1 മാസത്തിനുള്ളിൽ തന്നെ CBI അന്വേഷണത്തിനുള്ള തീരുമാനം കേരള ഗവൺമെന്റ് CBI അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. CBI ഏറ്റെടുക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളത്. ഒരു അന്വേഷണ ഏജൻസി വന്നാൽ സത്യം തെളിയിക്കുമെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? എന്റെ ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഞാൻ സംഘടനയുടെ പേര് ചോദിക്കുക, താങ്കളുടെ വ്യക്തിപരമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല, ഞാൻ എന്റെ ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ബിജു എന്ന വ്യക്തിയുടെ കാര്യമല്ല, അല്ല, ഞാൻ ഇവിടെ എടുക്കുന്ന നിലപാട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ വിശ്വാസ്യത ഉയർത്തുന്നതിന് വേണ്ടിയാണ്. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ കേസ് കൊണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ വിശ്വാസ്യത പോയി കാരണം തകരുന്നു. ഞങ്ങൾ ഏറ്റവും അവസാനം കണ്ടത് എന്താണെന്നറിയോ? ഞങ്ങൾ ഏറ്റവും അവസാനം കണ്ടത് നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പുറമടിച്ചു പൊളിച്ചിരിക്കുന്നതാണ് ഞങ്ങൾ ഏറ്റവും അവസാനം കണ്ടത്. ഇതേ സർക്കാർ ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. അത് നിങ്ങളുടെ പോലീസല്ലേ? ഇതേ കൊച്ചിയിൽ രാത്രി സഞ്ചരിച്ച ബർസയെ നിങ്ങളുടെ പോലീസ് ആക്രമിച്ചു. ഞങ്ങൾ ഇവിടെ പ്രതികരിക്കുന്നത്, ബിജു ചേട്ടൻ ഇവിടെ ആദ്യം മുതലേ പറഞ്ഞു, ഈ ഇരിക്കുന്ന 7 പേരും അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഞങ്ങൾക്കെതിരാണ്, അതിന് മുഴുവനും മറുപടി പറയാൻ എനിക്ക് പറ്റില്ല എന്ന് ബിജു ചേട്ടൻ പറഞ്ഞു. കേരളം മുഴുവനും പോലീസിനെതിരെയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും നിരന്തരം പോലീസിന്റെ ഓരോ തരത്തിലുള്ള വേട്ടയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുന്ന ആളുകൾ, റോഡിൽ നിൽക്കുന്ന ആളുകൾ, വെറുതെ നിൽക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു വിനായകൻ, അവനെ മുടി നീട്ടി വളർത്തി എന്ന് പറഞ്ഞ് നിങ്ങളുടെ പോലീസ് കൊന്നു. ഇത് കേരളത്തിലാണ്. എനിക്ക് 1-2 ചോദ്യങ്ങൾ ആരും ഇവിടെ ചോദിച്ചില്ല. ഞാനൊരു കറുത്ത ഗൗണും കോട്ട് വിട്ട് 8 കൊല്ലമായിട്ട് കോടതി പോകുന്ന ഒരു വക്കീലാണ്. അതായത് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി കണ്ടെത്തിയ നിഗമനങ്ങൾ തെറ്റെന്നാണോ താങ്കൾ പറയുന്നത്, അതോ ഈ കുറ്റാരോപണം തെറ്റ് ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എവിഡൻസ് ആക്ട് ഒക്കെ സാറിനറിയാം, ഇവിടെ ഇരിക്കുന്ന ബിനു സാറിനും അറിയാം. 114 എവിഡൻസ് ആക്ടിൻ്റെ അമെൻമെൻറ്റിൽ പറയുന്നത്, കസ്റ്റഡിയിൽ വെച്ച് ഒരാൾ മരണപ്പെട്ടാൽ അതിൻ്റെ പ്രിസംഷൻ കസ്റ്റഡി മരണമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ ഒരുപാട് പേരെ ആരോപണ വിധേയരായെന്ന് കരുതി പോലീസ് കൊണ്ട് മൊഴിയെടുക്കാറുണ്ട്, ചോദ്യം ചെയ്യാറുണ്ട്, അറസ്റ്റ് ചെയ്യാറുണ്ട്. ഈ കേസിൽ ഈ പയ്യനെ കസ്റ്റഡിയിൽ എടുത്തതിൻ്റെ പേരിൽ അറസ്റ്റ് മെമ്മോ നിങ്ങൾ തയ്യാറാക്കിയോ? നിങ്ങൾ കസ്റ്റഡി മെമ്മോ തയ്യാറാക്കിയോ? കസ്റ്റഡി മെമ്മോ തയ്യാറാക്കിയെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ? വെയറിങ് അപ്പാറൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളമില്ലേ? അവിടെ എന്താ നിങ്ങൾ ഫിൽ ചെയ്തിട്ടുള്ളത്? ഒരു കഥ സാർ, ഒരു കഥ ഫേസ്ബുക്കിൽ വന്നതാണ്. ഈ സെയിം കഥയാണ് കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സിലെ മുഴുവൻ ആൾക്കാരും പറയുന്നത്. ഞാനത് 1 മിനിറ്റ് സാർ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതായത് ഒരു DYSPയുടെ പോസ്റ്റാണ്, ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കമൻ്റാണ്. 19/5/2014 രാത്രി 11:25 പൂവാർ എന്ന സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു. 12:15 പാറശാല പോലീസ് ലോക്കപ്പിൽ എത്തിച്ചു.
ആ ലോക്കപ്പിൽ മറ്റൊരു പ്രതി ഉണ്ടായിരുന്നു. 12:45 ആകുമ്പോഴേക്കും അസ്വസ്ഥനാകുകയും വിഷം കഴിച്ച വിവരം പറയുകയും ആദ്യം പാറശാല താലൂക്ക് ആശുപത്രിയിൽ തുടർന്ന് MCH കൊണ്ടുപോവുകയും ചെയ്തു. ഈ കഥയാണ് ACP പറഞ്ഞത്, ഈ കഥയാണ് CI പറഞ്ഞത്, ഈ കഥയാണ് SI പറഞ്ഞത്, ഈ കഥയാണ് കേരളത്തിലെ മുഴുവൻ പോലീസ് ഓഫീസേഴ്സും പറയുന്നത്. എൻ്റെ ഒരു ചോദ്യം, അദ്ദേഹം ഈ കൊണ്ടുപോകുന്ന സമയത്ത് വിഷം കഴിച്ചിട്ടല്ലല്ലോ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഈ വിഷം എങ്ങനെ വന്നു എന്ന് കൃത്യമായിട്ട് ഇവർക്കൊരു ധാരണയുണ്ടോ? ഇല്ല. അതിനുശേഷം ഇവർ ഈ പറയുന്നു വിഷം കഴിച്ചു. ഈ വിഷം കഴിച്ച ഈ ദുരൂഹത തീർക്കേണ്ടത് ഞങ്ങളാണോ? ഒരു ഏജൻസി അല്ലേ? ഇവർ ഈ തുടക്കം മുതൽ ഈ കള്ളക്കഥ മെനയുന്ന എന്തിനാ? എല്ലാവരും ഒരേ ഏജൻസി അന്വേഷിക്കുന്ന അവിടെയാണ് ചോദ്യം. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി കണ്ടെത്തിയ നിഗമനങ്ങൾ തെറ്റെന്നാണോ നിങ്ങൾ പറയുന്നത്? അതല്ല ഈ പറയുന്ന കുറ്റാരോപണർ കുറ്റം ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചോളാം, കേരളത്തിലെ എത്രയോ സംഭവങ്ങളിൽ ഇവർ കുറ്റം തെളിയിക്കുന്നത് എങ്ങനെയാ? ഇവരെങ്ങനെയാണ് കുറ്റം തെളിയിക്കുന്നത്? ഇവർ ഈ പോലീസുകാരെ ചോദ്യം ചെയ്തോ? അടുത്തൊരു ചോദ്യം, ഇവർ പറയുന്നു സ്റ്റേ ഉണ്ട്. എന്തിനാ സ്റ്റേ ഉള്ളത്? സ്റ്റേ ഉള്ളത് 10 ലക്ഷം രൂപ ഇവരിൽ നിന്ന് ഈടാക്കിയെടുക്കുന്നതിന് മാത്രമാണ് സ്റ്റേ. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, ഇവിടെ സർക്കാരിനോടാ ചോദ്യം. ഇവിടെ സെൻകുമാറിനെ പുനർനിയമിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടു. അവിടെ പോയിട്ട് വ്യക്തത വേണമെന്ന് പറഞ്ഞ് കൊടുത്ത ഒരു സർക്കാരാണ് നമുക്കുള്ളത്. എന്തുകൊണ്ടൊരു പാവപ്പെട്ട ചെറുക്കനെ കൊന്ന കേസിൽ അല്ലെങ്കിൽ കൊന്നു എന്ന് പറഞ്ഞ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി കണ്ടെത്തിയ ഒരു കേസിൽ അവ്യക്തത ഉണ്ടെങ്കിൽ ആ അവ്യക്തത തീർക്കാൻ സർക്കാരിന് നടപടിയെടുക്കുന്നില്ല? ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാറേ, 174 അനുസരിച്ചാണല്ലോ ഈ പറയുന്ന അസ്വാഭാവിക മരണത്തിന് റിപ്പോർട്ട് കൊടുക്കുന്ന RDO കോടതിയിൽ അല്ലേ റിപ്പോർട്ട് കൊടുക്കുന്നത്? ആ ദിവസം തന്നെ അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, എൻ്റെ മകന്റെ മരണത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന്. ആ സംശയം എന്ന് പറയുന്ന റിപ്പോർട്ടിൽ 174 റിപ്പോർട്ടിൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു പോലീസ്? ഇവിടെ ഞങ്ങളുടെ ടാക്സ് കൊണ്ട്, ഞങ്ങളുടെ കരം കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ട് ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഏജൻസി ഇവിടെയുണ്ട്. അവരന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്തിനാ CBIയിലേക്ക് പോകുന്നത്? CBIയേക്കാൾ എത്രയോ ശക്തരായ പോലീസ് ഓഫീസേഴ്സ് കേരളത്തിലുണ്ട്. അപ്പൊ ഇവരെന്തുകൊണ്ട് ഇത് അമർത്തി വെക്കുന്നു? അതായത് ഇങ്ങനൊരു കാര്യമായ അന്വേഷണം കേരളത്തിൽ ഉണ്ടാകാഞ്ഞതിന്റെ പിന്നിൽ ആരെങ്കിലും കാണിച്ച അവഗണനയാണോ, അതോ ആരെങ്കിലും ഇത് അന്വേഷിക്കേണ്ട എന്ന് താല്പര്യപ്പെടുന്നു? തീർച്ചയായിട്ടും അവഗണനയാണ് ഒന്നാമത്. കാരണം സംഘടനാ ബലം എന്ന് പറയുന്നത് നമുക്കറിയാം. പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് സംഘടനാ ബലമാണ്. ഇവിടെ അങ്ങനെയൊന്നും അദ്ദേഹം പറയുന്നത് സത്യമാണ്. ചിലപ്പോൾ പോലീസ് അസോസിയേഷൻ പരസ്യമായിട്ട് ഈ പറയുന്ന നിലപാടെന്ന് എടുക്കത്തില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ കൂട്ടത്തിൽ എടുത്തില്ല ഒരു വക്കീലിനെ 10 പേര് ഒരു വക്കീൽ ഒരു കള്ളത്തരം കാണിച്ചു, 10 പേര് അതിനകത്ത് പറഞ്ഞ വക്കീലന്മാർ കൂടെ നിൽക്കത്തില്ലേ? പോലീസുകാർ കൂടെ നിൽക്കത്തില്ലെന്നൊന്നും പറയരുത്. അതൊക്കെ ചുമ്മാ നമ്മൾ ഈ പ്രകടമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അവർ പൂർണ്ണമായും നിൽക്കും, അവർ മാക്സിമം സംരക്ഷിക്കാൻ ശ്രമിക്കും. കൈവിട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ മാത്രമേ പിന്നെ ഒരു കാര്യം കൈവിട്ട് പോകുന്നു എന്ന് കണ്ടാൽ ഈ മുഴുവൻ കുറ്റങ്ങളും ആ പോലീസ് ഓഫീസറെ തല കെട്ടിവെച്ച് ഊരുകയും ചെയ്യും. നമ്മൾ സന്തോഷ് നായരുടെ കേസ് കണ്ടതാ. സന്തോഷ് നായരുടെ കേസ്, എത്രയോ കേസുകളിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ലോക്കപ്പിൽ പാറാവുകാർ മാത്രമാണോ ഈ പറയുന്ന കസ്റ്റഡി മരണത്തിലെ പ്രതികളായിട്ട്? എല്ലാ കേസിലും പ്രതികളാണ് പാറാവുകാരാണല്ലോ. സമ്പത്ത് വധക്കേസൊക്കെ നമുക്കറിയാം. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ അവസാനം വരെ ശ്രമിക്കും. എത്രയോ കസ്റ്റഡി മരണ കേസിൽ കോടതി തന്നെ ചോദിച്ചിരിക്കുന്നു, ഈ പറയുന്ന സാധാരണ പാറാവുകാരനും GD റൈറ്ററും ഒക്കെ എങ്ങനെയാണ് ഒരുത്തിന് തല്ലിക്കൊല്ലുന്നതിനും ഇതിന് ഒത്താശ കൊടുക്കുന്ന ഉന്നതരായ പോലീസ് ഓഫീസ് തന്നെയാണ്. പക്ഷേ കാര്യം വരുമ്പോൾ പാവപ്പെട്ട പാറാവുകാരനും GD റൈറ്ററുകാരനും ഒക്കെയാണ് പ്രതികളാകുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം സാറിനോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, സാറ് വ്യക്തമായി ഉത്തരം തരണം. അതായത് ഈ പറയുന്ന ജസ്റ്റിസ് നാരായണക്കുറുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് അവ്യക്തമാണെന്നാണോ നിങ്ങളുടെ നിലപാട്? അതല്ല അദ്ദേഹം പറയുന്ന കുറ്റാരോപണർ കുറ്റം ചെയ്തിട്ടില്ലെന്നാണോ നിലപാട്? നമ്മുടെ സമൂഹത്തിന്റെ ചില വിഷയങ്ങൾ വളരെയധികം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അത്തരം കാര്യങ്ങൾ വന്നത്. ഫേസ്ബുക്കിൽ വന്നൊരു കഥയെക്കുറിച്ച് പറഞ്ഞു. അതൊരു കഥയാണോ രേഖയാണോ അതിനെക്കുറിച്ച് ജനത്തിന് അറിയില്ലല്ലോ. ഡിവൈഎസ്പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഞാൻ പേര് പറയുന്നത്, എന്റെ സുഹൃത്തായ ഡിവൈഎസ്പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഞാൻ പറഞ്ഞോട്ടെ, എങ്ങനെയാണ് 4 കൊല്ലമായിട്ട് ഡിവൈഎസ്പിയും SPയും CIയും ഒക്കെ ഒരേ കഥ പറയുന്നത് സാർ? ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ നടപടിക്രമങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ഒരാളെ ഇത്തരം ഒരു അവസ്ഥയെ കണ്ടാൽ നിയറസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആദ്യത്തെ നടപടി. അത് പാറശാല ഹോസ്പിറ്റൽ. അവിടുത്തെ ഡോക്ടറാണ് റെഫർ ചെയ്യുന്നത്. അവിടെ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറോ അല്ല. ആ സ്റ്റേഷനിൽ പരിശോധിച്ച ഡോക്ടർ റെഫർ ചെയ്യുന്നു മെഡിക്കൽ കോളേജിലേക്ക്. ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് ഏതൊരു വ്യക്തിക്ക് നൽകുന്ന ചികിത്സാ സാഹചര്യത്തിനാണ്. ആ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിന്റെ കസ്റ്റഡിയിലാണ്. അവിടെയും പോലീസാണ് കസ്റ്റഡി, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ജനങ്ങളെ, ഒന്നും അറിഞ്ഞുകൂടാത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ പ്രചരിപ്പിക്കാൻ കഴിയൂ. ഇത് അതേപടി നടന്നിട്ടുണ്ടോ, അങ്ങനെ തന്നെയാണോ? ആ കേസ് പരിശോധിക്കണം. ആരാ പരിശോധിക്കേണ്ടത്? ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ലോക്കപ്പിലേക്ക് ഒരു വിഷം കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ്? അതൊന്ന് പറഞ്ഞു. ഒരു കാര്യം, ഞാൻ ലോക്കപ്പിൽ കിടന്നിട്ടുള്ള ആളാണ്. ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കിടന്നത് എൻ്റെ അണ്ടർവെയർ ഇല്ലാതെ എന്നെ ലോക്കപ്പിൽ കിടത്തിയത്. LK അദ്വാനി ഉപപ്രധാനമന്ത്രി ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഉപരോധിച്ചു എന്ന് പറഞ്ഞ് തൃശ്ശൂർ വെസ്റ്റ് പോലീസ് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയി. എൻ്റെ അണ്ടർവെയർ ഇല്ലാതെ എന്നെ കിടത്തിയതാണ്. നിങ്ങൾ വീഴ്ച പറ്റിയെന്ന് പറയരുത്. നെഗ്ലിജൻസ് എന്ന് പറയുന്ന വാക്ക് സാറിന് അറിയാം. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വീഴ്ച.
ഈ നാട്ടിലെ വീഴ്ച പറ്റുന്നവരെയൊക്കെയല്ലേ നിങ്ങൾ പിടിക്കുന്നത്? എങ്ങനെയാണ് ലോക്കപ്പിലെ നിങ്ങൾ പറയുന്നു അല്ലല്ല, ഇവർ പറയുന്നത് വീഴ്ച പറ്റി എന്നാ പറയുന്നത്. നിങ്ങൾ അണ്ടർവെയർ പരിശോധിക്കായിരുന്നെങ്കിൽ ഞങ്ങളുടെ വീഴ്ചയാണ്. പല സന്ദർഭങ്ങളിലും അത്തരത്തിൽ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് പോലീസ് ലോക്കപ്പിൽ ആളെയിടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെതായ കാലഘട്ടത്തിൽ വിവസ്ത്രരായി ലോക്കപ്പിലിടുന്നതിനോട് വ്യക്തിപരമായി വിയോജിപ്പുള്ളവനാണ് ഞാൻ ജോലി ചെയ്ത സ്റ്റേഷനിൽ ബർമുട ഞാൻ വാങ്ങി വെക്കുമായിരുന്നു. പക്ഷേ അവരെ മുണ്ട് കൊടുത്ത് കിടത്തിയാൽ അതിലെങ്ങാനും ഹാങ്ങിങ് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മുമ്പ് അനുഭവപ്പെട്ടിട്ടുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് തൊഴിൽ സുരക്ഷയ്ക്ക് വേണ്ടി അത്തരം ഒരു രീതി ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഞങ്ങളുടെ യോഗത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, വസ്ത്രം ധരിപ്പിക്കാതെ കസ്റ്റഡിയിൽ വയ്ക്കുന്ന സമീപന രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. അത് സ്വാഭാവികമായും ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, സമൂഹത്തിന്റെ മനസ്സ് കാണുന്നവരെന്ന നിലയിൽ പോലീസിന്റെ അത്തരം രീതികളും മാറി വസ്ത്രം ധരിപ്പിച്ച് തന്നെ ലോക്കപ്പിൽ ഇടണമെന്ന മനോഭാവം തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളത്. പോലീസുകാർക്ക് ശ്രീജീവിന്റെ അവിടെ പ്രത്യേക സ്നേഹമുണ്ട്. എന്താ പറഞ്ഞാൽ അവന്റെ വൃഷ്ണഭാവമൊക്കെ ചതച്ച് വെച്ചിട്ട് ആ ജട്ടി എടുത്തു കൊടുത്ത് എല്ലാം നരക്കി പറക്കി വെച്ചിട്ട് അവന്റെ അവിടെ സ്നേഹം തോന്നി. ജട്ടി ഇത്തരത്തിൽ വൃഷണഭാഗത്തടക്കം ചതവും കാര്യങ്ങളും വെറും ഒരു ഹൈക്കോടതി ജഡ്ജി മാത്രമായിരുന്ന നമ്മുടെ ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറയട്ടെ. എന്റെ ശ്രീജിത്ത് കണ്ട് എന്റെ മകൻ എന്റെ പിള്ളേ കിടന്ന് വിറച്ച് ജീവന് വേണ്ടി നിങ്ങൾ ആ പോലീസുകാർക്ക് സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ഈ ഒരു അമ്മയുടെ വേദന നിങ്ങൾ ഇന്ന് പോലീസ് വലിയ ഉന്നതന്മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നില്ലേ? നിങ്ങളെ പോലുള്ളവർക്ക് പണവും പ്രതാപവും ഉണ്ടെങ്കിൽ എന്ത് നടക്കും ഈ ലോകത്ത്? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ 5ഓളം വരുന്ന ഫോറൻസിക് എക്സ്പേർട്സ് ആയ ഡോക്ടർമാർ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരത്തിൽ യാതൊരു പരിക്കുമില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട്. 1 മുതൽ 10 വരെയുള്ള ചതവുകളും മുറിവുകളും ഒക്കെ എങ്ങനെ സംഭവിച്ചത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ വിഷം ഉള്ളിൽ ചെന്നു, അദ്ദേഹം മരിച്ചത് അങ്ങനെയാ. നിങ്ങളുടെ ഇടിയോ ചതവോ ഈ വിഷം ഉള്ളിൽ ചെന്നത് എങ്ങനെയാണെന്നാ ഞങ്ങളുടെ ആക്ഷേപം. അതിന് ഉത്തരം പറയാം. അതിന് മറുപടി പറയാം. അല്ല, ഞാൻ പറയുന്നത് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ഇവിടെ വന്നിരുന്ന് ഇപ്പൊ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല പോലീസ്. അദ്ദേഹം നടത്തുന്ന ശ്രമം ഒന്ന് കണ്ടു നോക്കൂ. ഇത് തന്നെ പോരെ? ഒരു അന്വേഷണം നടന്നിട്ടില്ല, പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. മറുപടി തന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം പറയാം. ഞങ്ങൾ വക്കീൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ദിവസം ഞങ്ങൾ അന്വേഷണത്തിന്, അതായത് ഞങ്ങൾ ക്യാൻഡിൽ വോക്ക് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇതിനായിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം, വക്കീൽ തീർച്ചയായിട്ടും ഇവിടെ പറയണം, 10 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിരുന്നു ഞങ്ങൾക്ക് സംസാരിക്കാൻ പറഞ്ഞു. അത് വിട്ടുപോയതാണ്. എന്നോട് കന്റോൺമെന്റ് ACP എന്താ അതിന്റെ പേരെനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞ ഡയലോഗ് എന്താ അറിയോ? 10 ലക്ഷം വാങ്ങിച്ചിട്ടല്ലേ സമരം ചെയ്യുന്നത്? നാണോ ഉണ്ടെ 10 ലക്ഷം തിരിച്ചു കൊടുത്തിട്ട് സമരം ചെയ്യാം. എന്തൊരു ചോദ്യം. 10 ലക്ഷം രൂപ ഈ പോലീസുകാർക്ക് എന്റെ മോന്റെ ജീവൻ ഈ പിടിച്ചോണ്ട് പോയ മകനെ അതുപോലെ എനിക്ക് കൊണ്ടുതരാൻ പറ്റുമോ? ഈ പോലീസിന് ഞാൻ 10 ലക്ഷം രൂപ വീട് വിറ്റിട്ടാണെങ്കിലും, ഞാൻ കിടക്കുന്ന ആ കോഴിക്കോട് വിറ്റിട്ടാണെങ്കിലും നിനക്കൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റിന്, ഈ സർക്കാരിന്, ഈ തന്ന ഡിപ്പാർട്ട്മെന്റിന് ഞാൻ തരും. അതിന് ഡബിൾ ഞങ്ങൾ തരാം. ഞങ്ങൾ പിടിച്ചു തരാം. നിങ്ങൾ ചോദിക്കുന്ന പണം ഞങ്ങൾ കൊണ്ടുപോയതുപോലെ നിന്റെയൊക്കെ ഡിപ്പാർട്ട്മെന്റ് കാക്കിയിട്ടു എന്ന ശവൻ തന്നെയാണ്. നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് വെറും പോലീസുകാരെയല്ല. നമ്മൾ ചോദ്യം ചെയ്യുന്നത് എന്താണ്? ഇതാ ഇപ്പൊ ഈ അമ്മ പറഞ്ഞൊരു വിഷമമുള്ള ഒരു കാര്യമുണ്ട്. കാരണം എന്താ, മകന് ഒരു പ്രണയം ഉണ്ടായി. ആ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ വിവാഹം, ആ വിവാഹത്തിൽ ഇവൻ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് പറയുന്നു. അതിന് ആരോപിച്ചിരിക്കുന്ന കുറ്റം ഒരു മൊബൈൽ മോഷണം എന്ന് പറയുന്നു. ഇതുമായിട്ട് പോയിട്ട് പിന്നെ കിട്ടുന്നത് ഒരു ശവശരീരമാണ്. ഈ ജസ്റ്റിസ് നാരായൺ സാറിന്റെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു അട്രോപ്പിന്റെ ഒരു മരുന്ന് കൊടുത്ത ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പോയിസൺസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പോയിസൺ കൊടുത്തില്ല എങ്കിൽ, അതായത് ആക്ച്വലി അയാൾ പോയിസൺ കഴിച്ചില്ല എങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ട് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അയാൾ മരിച്ചു പോകും. അതാണ് ആ മരുന്നിന്റെ സൈഡ് എഫക്ട്. ഈ മരുന്നല്ല, ഈ അട്രോപ്പിനല്ല ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അട്രോപ്പിൻ. ഈ ഭരണകൂടം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ജനങ്ങളെ നക്കാപ്പിച്ച കാശ് കൊടുത്ത് ഒതുക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹവുമായിട്ട് ഏതോ ഒരു ചാനൽ അവതാരകൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ, ശ്രീജിത്ത് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ഈ പൈസയും മേടിച്ചിട്ട് പോയാൽ, ഞാൻ വെറുതെ ആ വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു മനുഷ്യനാണോ എന്നുള്ള രീതിയിൽ, ഒരു സഹോദരനാണോ, ഒരു മകനാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു മനുഷ്യന്റെ ഈ സഹന സമരം നമ്മൾ ഇത്രയും നാൾ ഞാനും നമ്മുടെ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം അവഗണിച്ചിട്ടുണ്ട്. ഇത്രയും മാസങ്ങൾ കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു ചലഞ്ചിങ് ആയപ്പോഴാണ് ഇത് വന്നത്. അപ്പോഴാണ് നമ്മളെല്ലാവരും പോയത്. അതുവരെ നമ്മൾ എല്ലാവരും കണ്ടത് എന്താ സാറേ? 300 ദിവസം 500 ദിവസം എന്നുള്ള കുറെ ബോർഡുകൾ മാത്രമാണ് കാണുന്നത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക്
അങ്ങ് ഒറീസയിലും ഹരിയാനയിലും മരിക്കുന്ന ആളുകളുടെ കുടുംബത്തിനെ സഹായിക്കാൻ അവിടെ വരെ പോകാനുള്ള കെൽപ്പുണ്ടെങ്കിൽ സ്വന്തം ഭരണസിരാകേന്ദ്രത്തിന്റെ മുറ്റത്ത് ഇരിക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ ഒരു പരാതി കേൾക്കാനുള്ള സമയമില്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടല്ലോ സാറേ രാജിവെച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. ഇവർ ഈ പണിക്ക് നിൽക്കരുത്. കാരണം എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വന്നവർ പോലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പൊ പോയിട്ട് അദ്ദേഹം CBI അന്വേഷണത്തിൽ പറയുന്നു, മുഖ്യമന്ത്രിക്ക് പറയുന്നത് ഇരട്ടച്ചങ്കാണെന്നാണ് പറയുന്നത്. ഇരട്ടച്ചങ്കുണ്ടെങ്കിൽ അദ്ദേഹം എടുക്കേണ്ട തീരുമാനം ഒരു പ്രത്യേക അന്വേഷണ സമിതിയെ കുറിച്ച് കൊണ്ട് അന്വേഷിപ്പിക്കുക. എന്നിട്ട് അദ്ദേഹം തീരുമാനിക്കണം എന്ത് ഇവരെയൊക്കെ മാറ്റി നിർത്താൻ തീരുമാനിക്കണം. അല്ലാതെ പൊതുജനത്തിന്റെ നികുതി പണം കൊണ്ട് 10 ലക്ഷം കൊടുത്തിട്ട് ഈ പ്രശ്നം ഒഴിവാക്കാനല്ല നോക്കേണ്ടത്. ഞങ്ങൾ ശ്രീജിത്തിന്റെ ഭാഗത്ത് മാത്രമല്ല, ശ്രീജിത്ത് മാത്രമല്ല, ഒരുപാട് സഹോദരങ്ങൾ. ശ്രീജിത്തിന് ആർജവമുണ്ട്, അദ്ദേഹത്തിന് ഒരു സഹോദരനുള്ള സ്നേഹവും ശക്തിയുമുണ്ട്. അതില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റാത്ത, കോടതിയിലേക്ക് പോകാൻ പറ്റാത്ത സഹോദരങ്ങൾ ഒരുപാട് പേര് ഇതേ പ്രശ്നങ്ങളുണ്ട്. അവരെ നമ്മൾ കാണാതെ പോകരുത്. പോലീസുകാർ ഉയർന്ന് ഒരു ലോക്കപ്പീഡനം നടത്തിയ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സർക്കാർ എന്തിനു പണം കൊടുക്കണം? ഇവിടെ നടക്കുന്നതല്ലേ ഈ പറയുന്ന ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് സുപ്രീം കോടതിയിലെ പല വിധികളും കുറ്റക്കാരായ അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥர்கள் കണ്ടെത്തണമെന്നാ. അല്ല, ഇതും അങ്ങനെ തന്നെയാണ്. കുറ്റാരോപണ പ്രതികളല്ല സാർ, പ്രതികൾ വിടും. അവർ പ്രതികളായിട്ടില്ല, കുറ്റാരോപണർ. ഞാൻ അഭിഭാഷകൻ ഞാൻ ആ വാക്ക് ഉപയോഗിക്കും. ഒരു പ്രതികളാണ്. സാറ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു ഇവിടെ, അതായത് കുറ്റം ചെയ്താൽ ആരോപണ വിധേയരായതിനു ശേഷം മാത്രമേ അവരെ സസ്പെൻഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങളെ പോലെ സാധാരണക്കാരെ നിങ്ങൾ ചെയ്യുന്നത്. എന്റെ വ്യക്തിപരമായ അനുഭവം എന്താണ്? ഒരു സമരം കാണാൻ പോയ എന്നെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി 5 വർഷം ജോലി ചെയ്ത എന്നെ ഒരാഴ്ച ഗൂഢാലോചന കുറ്റം 120B ചുമത്തി ജയിലിലിട്ട പോലീസല്ലേ ഇരിക്കുന്നത്. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചു 3 മണിക്ക് ഫോൺ മേടിച്ചിട്ട് ബിനുവൊക്കെ വിളിച്ചിട്ട് 1 മാസമായിട്ട് എന്നെ കിട്ടുന്നില്ല. കാരണം 1 മാസം ഫോൺ പോലീസിൻ്റെ കയ്യിലായിരുന്നു. ഒരാഴ്ചക്കാലം എനിക്ക് ജാമ്യം തന്നില്ല. ജാമ്യം തരാതിരിക്കാൻ വേണ്ടി കോടതി ചെന്നപ്പോൾ എന്താ പറയുക, എന്നെ പുറത്തു വിട്ടാൽ കലാപം നടക്കുമെന്നാണ് ഈ പോലീസ് പറഞ്ഞത്. ഒരാഴ്ച ജയിലിൽ ഇതിനെക്കുറിച്ച് വാദം പറയുന്നത് ലജ്ജ തോന്നുന്നു. ലജ്ജ. എന്നോട് പേഴ്സണലായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞാണ്, 3 പോലീസുകാരോട് വന്ന് പറഞ്ഞാണ്, നീ സൂക്ഷിച്ചോ, നീ കരുതിയെന്ന് പറഞ്ഞു. എന്തിനാണ് ഇവർ പറയുന്നത്? ആ പോലീസുകാരുടെ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ദേഹപരിശോധനയ്ക്ക് ശേഷമാണ് അണ്ടർവയർ ധരിച്ച് ലോക്കപ്പിനുള്ളിൽ കിടത്തിയെന്ന്. അപ്പോൾ ഇവർ ഈ ദേഹപരിശോധന നടത്തുമ്പോഴത്തേക്കും അതിനകത്ത് ഈ വിഷം ഒളിച്ച്, ഒരു പേനയാണ് അണ്ടർവയറിലുള്ളതെങ്കിലും അറിയാൻ പറ്റും. പോലീസുകാരുടെ ദേഹപരിശോധന എത്രത്തോളം ആകുമെന്ന് നമുക്കറിയാം. ഈ ലോക്കപ്പ് മരണം നമ്മുടെ ആദ്യ സംഭവമല്ല, കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമേ അല്ല ലോക്കപ്പ് മരണം. ഇത് സംഭവിക്കുന്നതും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കാണ്. മന്ത്രിമാരുടെ മക്കളുണ്ട്, ഒരുപാട് പേരുണ്ട്, അവർക്കാർക്കും ഇത് സംഭവിക്കുന്നില്ല. ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് മാത്രം ഇത് സംഭവിക്കുന്നു. ഞങ്ങളെപ്പോലുള്ളവർക്ക് മാത്രം നീതി നിഷേധിക്കപ്പെടുന്നു. അന്വേഷണം നടന്നിട്ടില്ല എന്ന് പറയുന്നു, അത് ബാക്കി ആരും അംഗീകരിച്ചില്ല. സാർ എന്നെക്കാട്ട് ഒരുപാട് മുതിർന്നതുകൊണ്ട് ഞാൻ മാത്രം അംഗീകരിച്ചു തരാം, ബാക്കി എല്ലാവരും തർക്കിച്ചോട്ടെ. മറ്റൊരു കാര്യം, ജസ്റ്റിസ് നാരായണക്കുറുപ്പിൻ്റെ ഓർഡർ അല്ലെങ്കിൽ ആ ഒരു ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് സാർ അംഗീകരിക്കുന്നില്ല, അതും അംഗീകരിക്കണ്ട. പോട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, ശ്രീജീവിനെ അറസ്റ്റ് ചെയ്തത് ഒരു മൊബൈൽ മോഷണ കേസിൽ, അതിൽ ശ്രീജീവ് ഉപയോഗിച്ച് എന്ന് മൊബൈൽ വിൽക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്ന ID കാർഡ് ശ്രീജിത്തിൻ്റെതാണെന്ന് പറയുന്നു. ശ്രീജിത്തിനെ ഈ നിമിഷം വരെ അതിൻ്റെ സംശയത്തിൻ്റെ പേരിലെങ്കിലും പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്നു കടയുടമയും ശ്രീജിത്തിനെയും ഒരുമിച്ചിരുന്ന് ക്വസ്റ്റ്യൻ ചെയ്തു, പക്ഷെ ശ്രീജിത്ത് ഇന്നും ജീവനോടെ ഉണ്ട്. ഞാൻ വിളിച്ചു തരാം, ശ്രീജിത്തിനെ ഇതുവരെ ഈ ഒരു മൊബൈൽ മോഷണ കേസിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ID കാർഡ് ഉപയോഗിച്ച് ഒരാൾ ഒരുപാട് മൊബൈലുകൾ വിറ്റാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്തിനാ എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു? മറ്റൊരു ചോദ്യം, സാറിനെയല്ല ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത്, ഇത് കേരളത്തിലെ യുവജനതയുടെ പ്രതിഷേധമാണ്. സാറിനെയല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ വികാരമില്ലാത്ത അരാഷ്ട്രീയവാദികളല്ല. ഞങ്ങൾക്ക് വേണ്ടത് കുറ്റാരോപിതരായ ആ 3 ജീവനോടെ ഇരിക്കുന്ന പോലീസുകാരെയാണ്. അവരെ ഈ ഫ്ലോറിൽ കൊണ്ടുവരാൻ ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരാം. വേണ്ടിക്ക് ഞങ്ങൾ 4 പോലീസ് വാനുകൾ ഇറക്കി തരാം. അവരെ ഇവിടെ കൊണ്ടുപോകാൻ ഞങ്ങൾ ജനങ്ങൾ തൊടില്ല. പക്ഷെ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറ. മോളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടെ ആവർത്തിക്കുക വ്യക്തമായി തന്നെ, ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അവരാണ് കുറ്റവാളികൾ എന്ന് ചിത്രീകരിക്കരുത്. അത് ഒരു സിവിലിയൻ, എത്ര ലക്ഷം കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, ആരോപണ വിധേയരാണ്, അതിന് ചാർജ് ഷീറ്റ് കൊടുത്ത് കോടതി നിഗമനത്തിൽ എത്താതെ കുറ്റവാളിയാവുന്നില്ല. ജുഡീഷ്യൽ ഓർഡറാണ് അവർ കുറ്റക്കാരാണെന്നുള്ളത്. പിന്നെ എങ്ങനെ ആരോപണ വിധേയരാണ്? ജുഡീഷ്യൽ എന്ത് ജുഡീഷ്യൽ ഓർഡർ? എന്നിട്ട് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി നടത്താൻ പറഞ്ഞു കൊടുത്തു. ശ്രീജിത്തിനെ എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യില്ല? ശ്രീജിത്തിന്റെ ID കാർഡ് ഉപയോഗിച്ചപ്പോൾ ശ്രീജിത്തിനെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല? അതായത് ആ കേസിന്റെ മുഴുവൻ കാര്യങ്ങളിലേക്കും പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോകാത്തതുണ്ട്. പക്ഷെ ഞാൻ ഇത്തരം ഒരു ചുമതലക്കാരൻ ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ഈ വിറ്റ ഫോണുകൾ ശ്രീജിത്തിന്റെ തന്നെ തിരിച്ചറിയൽ രേഖ കൊടുത്താണ് വിറ്റിരിക്കുന്നത്.
പോലീസ് ഫിലിപ്പോസ് വാങ്ങിച്ചു, ഫോട്ടോ വാങ്ങിച്ചു. എന്താന്ന് പറഞ്ഞാൽ ശ്രീജീവ് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫിലിപ്പോസ് ശ്രീജിത്തിന്റെ ID കാർഡ് വാങ്ങിച്ചു, പിന്നെ ഫോട്ടോ വാങ്ങിച്ചു. ഇത് ഫിലിപ്പോസ് എന്ത് ചെയ്തു? ഫിലിപ്പോസ് ഇതിനെല്ലാം വെച്ച് ശ്രീജിത്തിന്റെ പേർക്ക് മുതലും ഒരുത്തനെ കൊന്നിട്ടല്ല സാറേ, ഒരുത്തനെ കൊന്നിട്ടല്ല, ഇല്ലാത്ത എല്ലാം അവന്റെ തലയിൽ കെട്ടി വെക്കുന്നത്. അവനെ ജീവനോടെ വെക്കണം, അവനെ നീതിപീഠത്തിന് മുമ്പ് കൊണ്ടുവരണം. ഈ മരണമുയർത്തുന്ന സംശയങ്ങൾ ഒരുപാട് ബാക്കിയാണ്. ഈ സംശയത്തിന്റെ പുകമറയൊക്കെ നമുക്ക് മാറ്റിയേ പറ്റൂ. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അവസാന ഭാഗം അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം. ഗുഡ് ബൈ.